കുന്തിരിക്കം എന്നൊക്കെ പറയും. പൈന് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടും. ഇത് വെള്ളക്കുന്തിരിക്കാണ്. ഇതാണ് ഇത് ശരിക്കും കാട്ടുപോത്ത് കാട്ടി എന്നാണ് പിന്നെ പറയാം. കാട്ടീന്ന് പറയുന്ന സാധനം ഇതിൻ്റെ കായ, ഇതിൻ്റെ കടയ്ക്ക് കായ ഉണ്ടാവും. ആ കായ എടുത്ത് നമുക്ക് പൊടിച്ച് നമുക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കി തന്നെ. നമ്മളിപ്പോൾ 6 കിലോമീറ്റർ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാട്ടിലൂടെ 13 കിലോമീറ്റർ നടന്നിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. ആ ഒരു യാത്രയിൽ കാണുന്ന വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുന്നിൽ. ഇവിടെയാണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വാഴച്ചാൽ ട്രക്കിങ്ങിന് വേണ്ടി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട്. 1000 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. നമ്മുടെ ID പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്ന് നീങ്ങാണ്. 6 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 12 കിലോമീറ്ററാണ് ടോട്ടൽ നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതിൻ്റെ പേര് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബോൾ പോലെ ആവുന്നുണ്ട്. ഇനി നമ്മളങ്ങോട്ട് കുറച്ച് പോയാലാണ് ഇത് പിന്നെ അത് നിവർന്നിട്ട് നടക്കുള്ളൂ. എന്താ സംഭവം എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഒരു കരിങ്കുരങ്ങ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ കണ്ടപ്പോൾ ആ മരത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഒളിക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് മരത്തിൽ ഒരുപാട് പൊത്തുകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലമുഴക്കി വേഴാമ്പലിൻ്റെ കൂടുകളാണെന്നാണ് പറയുന്നത്. വേഴാമ്പലിൻ്റെ ജീവിതശൈലി നമുക്കൊക്കെ അറിയാം. വേഴാമ്പൽ ഒരു ഇണയെ മാത്രമേ സ്വീകരിക്കുള്ളൂ. പെൺവേഴാമ്പൽ മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ പുറത്തു നിന്നും ആൺവേഴാമ്പൽ അതിൻ്റെ ഒരു പൊത്ത് ക്ലോസ് ചെയ്യും. ചെറിയൊരു കൊക്കിടുന്ന ഭാഗം മാത്രമായിരിക്കും അവിടെ ഓപ്പൺ ആക്കിയിട്ട് വെക്കുന്നുണ്ടാവും. ഏകദേശം മുട്ട വിരിയാനായിട്ട് 30 മുതൽ 40 ദിവസം വരെ എടുക്കാറുണ്ട്. ആ ഒരു സമയം വരെ ആൺവേഴാമ്പലായിരിക്കും ഇതിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. ഈ ഒരു സമയത്തിൽ എങ്ങാനും ആൺവേഴാമ്പൽ മരണപ്പെടുക, അതല്ലെങ്കിൽ അപകടത്തിൽ പെടുക എന്നുണ്ടെങ്കിൽ പെൺവേഴാമ്പലും അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാം മരണപ്പെടാനുള്ള ചാൻസ് ഉള്ളത് അവർക്ക് ഭക്ഷണം കിട്ടാതെ. അപ്പോൾ ഇത്രയും വലിയ ഒരുപാട് സ്റ്റോറിയുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ എന്നുള്ളത്. നമ്മുടെ കാട്ടിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ട്രൈബൽസേ തേനെടുക്കാനായിട്ട് ഇതാക്കുന്നതാണ്. അത് ഈ മുള്ളുമുള എന്ന് പറയും. ആ മുളയുടെ ഇത് ആണി പോലെ ചെത്തി അവരുണ്ടാക്കി അടിച്ച് അതാണ് ഈ ഈറ്റ വെട്ടി അത് തോട്ടി വടി വെച്ച് കെട്ടണോണ്ട് കെട്ടി നെടുനാരെന്ന് പറഞ്ഞൊരു മരമുണ്ട് കാട്ടിൽ തന്നെ. അതിൻ്റെ നാരെടുത്ത് വള്ളി പോലെ ഉണ്ടാക്കി കെട്ടിയാണ് പോണത്. അതവർ കയറി എടുത്ത് ഒരു പ്രാവശ്യം കയറി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതുമ്മ രണ്ടാമത് അവരതുമ്മ കയറില്ല. കാരണം വെച്ചാൽ പിന്നെ അത് വേറെ ഒന്നിൽ ഊരി അടിക്കണം, അല്ലെങ്കിൽ വേറെ ചെത്തി ഇതുപോലെ തന്നെ ഉണ്ടാക്കി അടിക്കും. ഈ മരത്തിനെ ചുരുളി എന്ന് പറയും. പിന്നെ ഇത് ട്രൈബൽസ് ഉണ്ടാ തേനെടുക്കാൻ വേണ്ടി ആണി അടിച്ചതുപോലെ തന്നെ മുള വെട്ടി ചെത്തി ആണി പോലെ ഉണ്ടാക്കി ഇതാണ് അവരുണ്ടാക്കുന്ന ആണികണ്ട. ഇതുപോലത്തെ ആണി ചെത്തി ഉണ്ടാക്കിയിട്ട് ഈ സാധനമാണ് അവർ മരത്തിൻ്റെ മുള കൊണ്ട് ഇതെങ്ങനത്തെ തന്നെ അവരും ഇതിപ്പോൾ 2 വർഷം മേലെ എത്തിയ സാധനം. അങ്ങനെ ഉണ്ടാവില്ല. അതെന്ന് വെച്ചാൽ മരത്തിൻ്റെ ഇത് വെച്ച് തന്നെയാണ് ഇത് അടിക്കുന്നത്. ഇങ്ങനെ ഇതിങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുകളിലാണ്ട അവരൊക്കെ അടിച്ച് തേനെടുത്താണ്. ഇതൊരു 300 വർഷത്തെ മേലെ പഴക്കമുണ്ട് ഈ മരത്തിന്. ഇതിപ്പോൾ നമ്മൾ കണ്ടു വന്നേക്കണേൽ ഏറ്റവും വലിയ മരമായിട്ടാണ് നമുക്ക് കിട്ടിയത്. എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ആ സാധനം കൂടുതൽ വെട്ടിയിട്ട് അവരിങ്ങനെ കൊട്ടുപൊടി ഉണ്ടാകുക. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനം പൊളിഞ്ഞു പോവില്ല. അടിച്ചു കഴിഞ്ഞാൽ ചതയില്ല. ഇതിങ്ങനെ ഇങ്ങനെ ഇരുന്നോളും. ഒറ്റ പീസ് പിറ്റ് വൈപ്പർ. ഇത് ബാംബു പിറ്റ് വൈപ്പർ എന്ന് പറയും. ഈ മരത്തണ്ടിന്റെ മുകളിലൊക്കെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ അണലിയുടെ ഫാമിലി പെട്ടത് തന്നെയാണ്. കാട്ടണലി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുക. ഇത് കടിച്ചാല് പോയിസൺ അല്ല, വെനം അല്ല, പോയിസൺ മരിച്ചു പോകുന്നില്ല, നീര് വന്ന് വീർക്കും. പിന്നെ ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ജീവന് അല്പം ഭീഷണിയാണ്. ഇത് പല കളറിലുണ്ട് കേട്ടോ. പിറ്റ് വൈപ്പറിന് ബ്രൗൺ കളർ, മഞ്ഞ, പിന്നെ ഈ പച്ച നമ്മള് മലബാർ പിറ്റ് വൈപ്പർ എന്നുള്ള ഈ ഒരു പുഴയുടെ തീരത്താട്ടോ ബ്രേക്കിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അതാ അവരവിടെ ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇതിന് ശേഷം ബാക്കി വീണ്ടും നമ്മൾ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി പോകുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ ഇല്ലാത്ത മൂലം ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റെസ്റ്റിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം ഇവിടുന്ന് നമ്മൾ വീണ്ടും പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 4 ഇതിന് മേലേക്ക് 4 ഡാമിലെ വെള്ളം വരുന്നത് ഇതിലാണ്. പറമ്പിക്കുളം, തൂണക്കടവ്, ഷോളയാറ്, അപ്പർ ഷോളയാറ്, ഈ 4 ഡാമിൽ വെള്ളം വരുന്നത് ഇതിലേക്ക്. ഇത് നേരെ വന്ന് പെരിങ്ങൽ ഡാമിൽ വന്നിട്ട് അവിടുന്ന് ചാലുടി പുഴ സ്റ്റാർട്ട്. വെള്ളം മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടാവും ഇതിനകത്ത്. ഫുള്ള് ഇതിങ്ങനെ ഫുള്ളിങ്ങനെ വെള്ളം വരും. നമ്മുടെ ഇതാണ് ഫുഡ് അല്ലേ? നല്ല അടിപൊളി അട. എങ്ങനെയുണ്ട് അടാ? അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നടത്തം ആരംഭിക്കുകയാണ് കേട്ടോ. ഈ പാലം
ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ പാലാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് അത് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിനെ ഈ സ്ഥലത്തിന് തന്നെ നമ്മൾ അതിൻ്റെ പേരിൽ ഇരുമ്പ് പാലം എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ തടികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക വഴിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പാലാണ്. പിന്നെ ഇപ്പോൾ അത് നാശമായപ്പോൾ നമ്മളത് കോൺക്രീറ്റ് ചെയ്തു. അതുകൊണ്ട് ഈ സ്ഥലത്തിന് നമ്മൾ ഇരുമ്പ് പാലം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കുറുന്തേനൻ്റെ ഈച്ചയുടെ കൂടാണ്. എന്ന് വെച്ചാൽ ഇത് കരടി മന്തിതാണ് ഇങ്ങനെ ആക്കി വെച്ചനെ. ഫസ്റ്റ് ഇതിൻ്റെ വലിയ അടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കരടി 2-3 വട്ടം മാന്തിയപ്പോൾ അവർ ലാസ്റ്റ് തന്നെ അത് ഇട്ട് വെച്ച് പോയതാ. ഇല്ലില്ല, അതവർ വന്ന് തേനീച്ചയാൾ രണ്ടാമത് കൂട്ടിയതാണത് തേൻ്റെ. ഇവിടെ പലതരത്തിലുള്ള 8 കാലികളുണ്ട് കേട്ടോ. ഇത് മെയില്, ഇത് ഫീമെയില്, ഇത് മെയില്. ഇതിന് മാറ്റിങ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീമെയില് മെയിലിനെ തിന്നും. ഇതെന്താണ് മെയിലുണ്ട, അതിനെ തിന്നും ഫീമെയില്. അത് കഴിഞ്ഞാൽ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഫീമെയിലിനെ ഈ കുട്ടികളെല്ലാം കൂടി തിന്നും. ഇതൊരു കളർ കേട്ടോ. ഇതിൻ്റെ പല വെറൈറ്റി കളറുകളുണ്ട്. ചെറിയതുണ്ടോ, അതാണ് മെയിൽ കേട്ടോ. റെഡ് കളർ, ചെറിയ പാമ്പിന്റെ വിഷത്തിന്റെ അത്ര വ്യത്യാസം. അതതിന്റെ കറക്റ്റ് ടൈമിലുള്ള വലുപ്പമാണ്. ഇത് എടന എന്ന് പറയുന്ന സാധനം. ഇത് ഇല അപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട്, അപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇത് നേരെ മറിച്ച് നമ്മുടെ കറുകപ്പെട്ട കാട്ടീന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ കടയ്ക്ക് കായ ഉണ്ടാവും. ആ കായ എടുത്ത് നമുക്ക് പൊടിച്ച് നമുക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കി തന്നെ. പിന്നെ ഇതിൻ്റെ കൂമ്പായി കഴിഞ്ഞാൽ നമ്മളത് തോരനൊക്കെ ഉണ്ടാക്കാൻ ചീരയുടെ അതുപോലെ ഞങ്ങളൊക്കെ. ഇത് കാട്ടുകുരുമുളകിൻ്റെ ഇതാ. അതല്ല, ഇത് അതിനേക്കാൾ എരിവ് കൂടുതൽ, എരിവുള്ള കാലത്തെ തീവണ്ടി റെയിലിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇപ്പം അത് കോൺക്രീറ്റ് ആക്കി. അതുപോലെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇട്ടായിരുന്നു. ഇത് എത്ര കാലം അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും, കിടന്നോളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് തമ്പകം. ഇതൊരു 100 വർഷത്തെ മേലെ പഴക്കമുണ്ടാവും, അത്ര ഉണ്ടാവുള്ളൂ. ഒറ്റ തടി. അതെ, അപ്പുറത്തൊരാൾ നല്ല എത്തില്ല, 3 ആൾക്കെത്തും. കുന്തിരിക്കെന്നൊക്കെ പറയും. പൈന് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടും. ഇത് വെള്ളക്കുന്തിരിക്കാണ്. ഉണ്ടോ, നമ്മൾ കുന്തിരിക്കായിട്ട് യൂസ് ചെയ്യുക. സ്മെല്ല് ഇതൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കാം. ഇത് നമ്മളിങ്ങനെ പുകയ്ക്കാൻ ഉപയോഗിക്കും. അതുപോലെ നമ്മുടെ ബ്രോൺസ് ഇല്ലേ, ബ്രോൺസിൻ്റെ നമ്മുടെ ഓടിൻ്റെ സാധനങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ പശയായിട്ടും ആയിട്ട് യൂസ് ചെയ്യും. ഇത് ഇതിൻ്റെ വെള്ള ചില്ല് പോലെയാണിത്. എന്താ അവിടെ ഈ സൈഡിൽ നോക്ക്, കുഞ്ഞു ചില്ലുകളായിട്ടുണ്ട് വിറ്റിയിട്ട്. ഇത് ട്രൈബൽസ് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരും, അവർ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കാടിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഉച്ച സമയം, ഭക്ഷണത്തിനുള്ള സമയമായിട്ടുണ്ട്. ഫുഡൊക്കെ അവിടെ റെഡിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു കാലിൻ്റെ അരികിൽ കൂടെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ക്യാമ്പ് ഷെഡ്. നമ്മളിപ്പോൾ 6 കിലോമീറ്റർ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ലഞ്ച് റെഡിയാണ്. അതുപോലെ നിങ്ങൾക്ക് ചെറിയൊരു ചായ. APC എന്നാണ് ഇതിന് പറയാം. APC പറഞ്ഞാൽ ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡ്. പോച്ചിങ് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് ഷെഡ്. ഇവിടെ സ്ഥിരമായിട്ട് 2 വാച്ചേഴ്സ് ഉണ്ടായിരിക്കും. കാലാകാലങ്ങളായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അന്ന് ചെറിയൊരു ഷെഡായിരുന്നു. പിന്നെ നമ്മളിത് റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തുള്ള ഈ രൂപത്തിലാക്കി. നമ്മുടെ കൂടുതലായുള്ള ചായ, മേഡത്തിന് ചായ. അപ്പോൾ നമുക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ മുന്നേ തന്നെ ഒരു അടിപൊളി ചായ കേട്ടോ, കിടിലൻ ചായ ഒരുക്കിയിട്ടുണ്ട്. അത് കുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചൂണ്ടലിടാനുള്ള ഒരു സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ നമ്മൾ ചൂണ്ടലിടാനായിട്ട് കായലിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരുപാട് തവളപ്പൊട്ടലുകൾ, നിങ്ങളവിടെ എന്താ പറയാന്ന് അറിയില്ല, തവളകളുടെ കുഞ്ഞുങ്ങൾ, അതായത് വലിയ സൈസിലുള്ള കുഞ്ഞുങ്ങൾ കേട്ടോ. കാട്ടിലെ തവളകളായിരിക്കാം. മീൻ പിടിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ. ഇത് കാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. ഇത് നമുക്ക് ഇവര് തന്നിട്ടുള്ളതേ ഒരു ബോള് അമൃതം പൊടിയിലെ ഇതിൽ കിട്ടുന്ന അതിലാന്നാ പറയുന്നത്. അതെ അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് സമയം ഇവിടെ അലവിടുന്നുണ്ടോ. അവിടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വരക്ക് നമുക്ക് മീൻ പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതവിടെ നമ്മുടെ സിയാദ് മനാഫ് അതുപോലെ തന്നെ ബോസ്കോ ക്യാമറ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ എന്ത് മീനാ കൂടുതൽ കിട്ടാറ്? ഇവിടെ നമ്മുടെ പുഴയില് ഈറ്റപ്പച്ചല, പച്ചലൊട്ടി, ചൂര, കൊഴുത്തി, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിലോപ്പി എല്ലാം കിട്ടും. കാരി, കൂരി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കിട്ടും. സ്ഥിരമായിട്ട് പിടിക്കാറുണ്ട് ഇവിടെ നിന്ന്? ഞങ്ങൾ സ്ഥിരം പിടിക്കണതാ.
കിട്ടി. ഇതാണ് നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂണ്ടലിടലൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഫുഡ് റെഡിയാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഉച്ചഭക്ഷണം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഉച്ചഭക്ഷണമാണ്. നമ്മളത് കഴിഞ്ഞിട്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്ഷീണമൊക്കെ തീർത്തിട്ടാണ് നമ്മൾ നടക്കുന്നത്. മഴയും കിളികളുടെ സൗണ്ടും എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ നടക്കുമ്പോൾ ക്ഷീണം എന്നുള്ളൊരു സംഭവം നമ്മൾ അറിയണമെന്നില്ല. ഇതാണ് ഇത് ശരിക്കും കാട്ടുപോത്ത് എന്നല്ല, കാട്ടി എന്നാണ് പിന്നെ പറയാം. കാട്ടുപോത്ത് ഇത്രയും വലിപ്പം ഉണ്ടാവില്ല. ട്രക്കിംഗ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ? സാറേ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം? എൻജോയ് ചെയ്തില്ലേ? എൻജോയ് ചെയ്തില്ലേ? നിങ്ങളെങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് ആയില്ല? അപ്പോൾ ഞാനും നിങ്ങളുടെ കൂടെയുള്ള ട്രക്കിങ് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കാട്ടിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും പോവേണ്ട ഒരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.